എൻ്റെ പേര് രമ്യ ദേവി പി ആർ. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ പന്തളം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. വീട്ടിൽ അമ്മയും ഞാനുമാണ്. ഞങ്ങൾ യേശുപ്പച്ചനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ഇടയായി. ആദ്യം തന്നെ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ക്രൈസ്റ്റ് പ്ലസസ് ചാനലിനോട് എൻ്റെ താങ്ക്സ് അറിയിക്കുന്നു. ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അമ്മയും ഞാനും അപ്പായും ബോംബെയിലായിരുന്നു. അവിടെ നിന്ന് യേശുപ്പച്ചനെ അറിയാൻ വേണ്ടിയിട്ട് ദൈവം ഞങ്ങൾക്കൊരു അവസരം ഒരുക്കി തന്നു. അമ്മയാണ് ആദ്യം വിശ്വാസത്തിൽ വരുന്നത്. ഞങ്ങളവിടെ ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ അമ്മ ഒരു ടൈലറിങ് ക്ലാസ്സിന് പോകാനിടയായി. അവിടെ പഠിപ്പിക്കുന്ന ആൻറ്റി വിശ്വാസത്തിൽ ഉള്ളൊരു ആൻറ്റി ആയിരുന്നു. അങ്ങനെ അവിടെ രാവിലെ ടേപ്പ് റെക്കോർഡിൽ ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുമായിരുന്നു. അങ്ങനെ ഡെയിലി അമ്മ ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കിന് അതിങ്ങനെ പാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ക്രിസ്ത്യൻ സോങ്സൊക്കെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ആൻറ്റി അമ്മയോട് സുവിശേഷം പറയാനും വചനം സംസാരിക്കാനും യേശുവിനെ പറ്റി പറയാനൊക്കെ ഇടയായി. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് സുവിശേഷം പറഞ്ഞ ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അമ്മ യേശുവിനെ അറിയാനിടയായത്. അപ്പോൾ അമ്മയ്ക്ക് മാരേജ് കഴിഞ്ഞിട്ടും 7 years ആയിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അതിന് ഫലമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം അമ്മ രാവിലെ ഭവനത്തിൽ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ശോശമ്മയെന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റി ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാനിടയായി. അങ്ങനെ അന്ന് ആൻറ്റി അമ്മയോട് പറഞ്ഞു, ഈ കല്ലിനോടും മണ്ണിനോടും ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല, അതിലൊന്നും ദൈവം വസിക്കുന്നില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ഫോട്ടോയിലൊന്നും പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് ശക്തിയില്ല കേൾപ്പാൻ. അത് നമ്മളോട് തിരിച്ച് റെസ്പോൺസ് ഒന്നും തന്നെ ചെയ്യത്തില്ല. യേശുവാണ് യഥാർത്ഥ ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് അമ്മയോട് പറയാനിടയായി. പെട്ടെന്ന് ആ പൂജയുടെ സമയത്ത് അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ദൈവമായിരിക്കും അമ്മയുടെ മനസ്സിലിങ്ങനെ തോന്നിപ്പിച്ച് അതിനെപ്പറ്റി ചിന്തിക്കാനിടയായി. ആൻറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങളും അമ്മ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയായി. അങ്ങനെ അമ്മ ഫോട്ടോയിലൊക്കെ തൊട്ട് നോക്കി അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളെയൊക്കെ നോക്കിയപ്പോഴത്തേക്കിന് ശരിയാണ്, നമ്മളതിനെ തൊടുമ്പോൾ തിരിച്ച് അത് നമ്മളെ സ്പർശിക്കുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ ആൻറ്റി പ്രേയറിനൊക്കെ ഞങ്ങളെ വിളിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ പപ്പായ്ക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പപ്പ ഇതിനകത്ത് നിന്നു. ആൻറ്റി ഭവനത്തിൽ കടന്നു വരുന്നതിനൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷേ ആ എതിർപ്പിനെയൊക്കെ മറികടന്ന് ആൻറ്റി ഭവനത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മ അപ്പം അറിയാതെ ചർച്ചിലൊക്കെ പോകുവാനായിട്ട് ഇടയായി. അവിടെ ഒരു ചർച്ചിൽ പോയി അങ്ങനെ പ്രാർത്ഥിച്ചൊരു 1 year കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ജനിച്ചു. അന്നേരം അമ്മയ്ക്ക് യേശുവിനോട് വിശ്വാസം കൂടുകയും യേശുവിനോടുള്ള സ്നേഹം കൂടുകയൊക്കെ ചെയ്തു. പക്ഷേ പൂർണ്ണമായിട്ടൊരു മാനസാന്തരമോ ഒരു രക്ഷയുടെ അനുഭവമൊന്നും ജീവിതത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വെക്കേഷന് വേണ്ടി വരുവാനിടയായി. ആ വരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ബ്രദർ ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റിൽ ചെങ്ങന്നൂർ മുളക്കഴ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് അമ്മയുടെ ബ്രദർ ആക്സിഡൻറ്റ് മരിച്ചുപോയി. അത് അമ്മയ്ക്കൊരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു. അപ്പോൾ ബോംബെയിൽ ആൻറ്റി ചെറിയൊരു ബൈബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഒരു വചനം ദൈവം എപ്പോഴും അമ്മയോട് ഇടപെടുമായിരുന്നു. പിശാച് സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നൊരു വാക്യം അമ്മയോട് എപ്പോഴും ദൈവം സംസാരിക്കായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അതിൻ്റെ മീനിങ് ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈ മാമൻ്റെ മരണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ വാക്യം അമ്മയ്ക്ക് പിന്നെ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അമ്മ ഇനി ശരിക്കും പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ ഈ ഒരു അനർത്ഥം വന്നതെന്നുള്ളൊരു ചിന്ത അമ്മയുടെ ഉള്ളത്തിൽ വന്നു. പക്ഷേ കേരളത്തിൽ അമ്മയ്ക്കൊരു ബന്ധക്കോസ്തായിട്ടുള്ളൊരു വിശ്വാസിയെ എവിടെയാണെന്നോ ചർച്ച എവിടെയാണെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് ആ സമയത്ത് എനിക്കൊരു 5 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. അമ്മ എന്നെയും കൊണ്ട് മരുതമൂട് പള്ളിയിലൊക്കെ പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയും, യേശു എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെ യേശുവിനെ പ്രാർത്ഥിക്കണം അതിനുള്ള ചർച്ചയോ കാര്യങ്ങളോ ബോംബെയിൽ പോയ പോലത്തെ ആ ഒരു വിശ്വാസം ഇവിടെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, അത് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് അമ്മ എപ്പോഴും അവിടെ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയുടെ ബ്രദർ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹിന്ദുവിലായിരുന്നു, വിശ്വകർമ്മയാണ്. അപ്പോൾ അതിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഹിന്ദു രീതിയിൽ മാമൻ്റെ ഈ അടക്കത്തിന് കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ആത്മാവിന് ശാന്തി കിട്ടിയില്ല. പിന്നെ ആത്മാവിനെ പലരും ഇങ്ങനെ കാണുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും വരുവാനിടയായി, അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഇത്രയും കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തിട്ട് ആത്മാവിന് ശാന്തി ലഭിക്കുന്നില്ല.
അപ്പം ഒരു പൂജാരിയോട് തിരക്കിയപ്പോഴത്തേക്കിന് വേറൊരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വീട്ടിലെല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. കാരണം ആത്മാവിന് ശാന്തി കിട്ടിയില്ലെങ്കിൽ ഹിന്ദു രീതി പ്രകാരം അത് ഭയങ്കര ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ അടുത്തൊരു ആൻറ്റി, ഒരു ബന്ധുക്കോസ്ത് വിശ്വാസിയാണ്. ആദ്യമായിട്ടാണ് ആൻറ്റിയെ കാണുന്നത്. അപ്പോൾ ലീലാമ്മ എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റി അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയപ്പോഴത്തേക്കിന് അമ്മുമ്മ ആൻറ്റിയോട് ഇങ്ങനെ സംസാരിക്കാനിടയായി. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അമ്മുമ്മ ഇങ്ങനെ ആൻറ്റിയോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കർമ്മങ്ങളും കാര്യങ്ങളും, എന്താ നിങ്ങളുടെ വിശ്വാസപ്രകാരം അതിന് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി ഇങ്ങനെ അത് കേട്ട ഉടനെ എല്ലാവരോടും സുവിശേഷം പറയുന്ന ഒരു ആൻറ്റി ആയിരുന്നു. ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമായി. ആൻറ്റി പെട്ടെന്ന് തന്നെ ഭവനത്തിൽ വന്നിരുന്ന് ബൈബിള് തുറന്ന് ആത്മാവിനെ പറ്റി, വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ആത്മാവ് ഭൂമിയിലുണ്ടോ ഇല്ലയോ, ആ കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അമ്മയ്ക്കതൊരു ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായിട്ടാണ് കേരളത്തിൽ വന്നു കഴിഞ്ഞൊരു വിശ്വാസിയെ കാണുന്നത്. അന്നേരം പെട്ടെന്ന് അമ്മ ആൻറ്റിയോട് ചോദിച്ചു, എവിടെയാണ് ഇവിടെ ബന്ധക്കോസ്ത് ചർച്ച, എനിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി വിചാരിച്ചു എപ്പോഴെങ്കിലും പോകാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. പക്ഷേ അമ്മ പറഞ്ഞല്ല, എനിക്ക് ഈ സൺഡേ തന്നെ വരണം, എവിടെയാണെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റി ഇങ്ങനെ ഞങ്ങൾക്ക് ചർച്ച് പറഞ്ഞു തന്നു. ആ സൺഡേയിൽ ആൻറ്റി ഞങ്ങളെ കൊണ്ട് ചർച്ചിൽ പോയി. കൊടസനാട്ട് IPC ചർച്ചിലായിരുന്നു പോയത്. അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മയുടെ മനസ്സിൽ നിന്നൊരു വലിയൊരു ഭാരം മാറിപ്പോയി. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്കിന് ബ്രദറിൻ്റെ മരണം അമ്മയെ ഭയങ്കരമായിട്ട് ഒരു ഷോക്കായിരുന്നു. ആ ഒരു വിഷമം ഉള്ളിൽ നിന്ന് ഒരു സമാധാനം ലഭിച്ചു പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴത്തേക്കിന്. അങ്ങനെ അമ്മ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മൂമ്മയോടൊക്കെ പറഞ്ഞു, ഇതേക്കൂട്ട് പ്രാർത്ഥനയ്ക്ക് വരാം, ഒരു ദിവസം വന്ന് നോക്ക്, നമുക്ക് സന്തോഷം കിട്ടുവാണെന്നുണ്ടെങ്കിൽ വന്നാൽ മതി, പ്രെയർ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മൂമ്മ വരാനിടയായി. അമ്മയുടെ ഒരു സിസ്റ്റർ, ഏറ്റവും ഇളയ സിസ്റ്റർ വരാനിടയായി പ്രെയറിന്. അങ്ങനെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ അവിടെ ഞങ്ങൾ ആരാധിച്ചു വന്നു. എല്ലാവരും അമ്മയുടെ 4 സഹോദരങ്ങളാണ്. അതിനകത്ത് 3 സഹോദരങ്ങൾ ദൈവത്തെ അറിഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ പപ്പ ഭയങ്കര എതിർപ്പായിരുന്നു. പപ്പയാണെങ്കിൽ BJPക്കാരെയും ഒക്കെ വിട്ട് ഭയങ്കര വിഷയവും കാര്യങ്ങളും ആയിരുന്നു. ആ സഭയിൽ വന്ന് സഭയിലെ പാസ്റ്ററിനെ ഒക്കെ അടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു. പക്ഷേ അമ്മ അതൊന്നും കാര്യമൊക്കെയൊന്നുമില്ല. കാരണം ഹിന്ദു രീതിയിൽ അത്രയും നാളും ജീവിച്ച് അത്രയും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നും ചെയ്തിട്ട് ഞങ്ങൾക്ക് ലൈഫിൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. എല്ലാ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അമ്മ അപ്പയോട് പറഞ്ഞു, ഇത്രയും നാൾ ആ രീതിയിൽ ജീവിച്ചിട്ട് എനിക്കൊന്നും തന്നെ ലഭിച്ചില്ല, ഇപ്പം എനിക്ക് സന്തോഷ സമാധാനമുണ്ട്, സോ ഞാൻ ഈ പ്രാർത്ഥന രീതിയിൽ തന്നെ പോവാമെന്ന് അപ്പയോട് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അപ്പോൾ ബോംബെയിൽ വെച്ചിട്ട് ഞാൻ ജനിച്ചു. എനിക്കൊരു 3 years ഒക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ പുറത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബോംബെയിൽ വെച്ച്. കളിക്കുന്ന സമയത്ത് ഞാൻ തട്ടി വീണിട്ട് എൻ്റെ ലിപ്പിൽ ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്തു. തിരിച്ചു വന്നിട്ടൊരു 4 days ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് പിന്നെയും ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിടയായി. അങ്ങനെ പിന്നെയും ഹോസ്പിറ്റലിൽ പോവും, അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 weeks ഇങ്ങനെ പോയി. പിന്നെ ഇങ്ങനെ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഡോക്ടേഴ്സ് ഒരു ഡൗട്ട് പറഞ്ഞു, എനിക്ക് ചിലപ്പോൾ മേ ബി ഹീമോഫീലിയ ആയിരിക്കും. പക്ഷേ ഹീമോഫീലിയ ബോയ്സിന് മാത്രമേ വരാറുള്ളൂ, അതുകൊണ്ട് ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അസുഖം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും, ഈ അസുഖത്തിന് ഇതുവരെ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ നാട്ടിലോട്ട് വരുന്നത്. നാട്ടിൽ വന്നിട്ടും എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മുറിവൊന്നും വരാണ്ട് സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതും. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് അമ്മ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ ഞാനും അമ്മയും ഒറ്റയ്ക്കായി. പിന്നെ ഞങ്ങൾ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഭവനം ആവശ്യമായിരുന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് എന്നെ അമ്മ ഒരു സ്കൂളിൽ ഇവിടെ നാട്ടിൽ ചേർക്കാനിടയായി. അങ്ങനെ അവിടെ ചേർത്ത് ഒരു 3 days ഒക്കെ ഒരു 3 month കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് അവിടെ വെച്ചിട്ടൊരു മുറിവുണ്ടായി. ക്ലാസ്സിലിരുന്നപ്പോൾ ഒരു കുട്ടി ഒരു തമാശയ്ക്ക് വേണ്ടി തട്ടിയതാണ്. അപ്പം എൻ്റെ ഈ ചീക്ക് വന്നിട്ട് ഡെസ്കയിൽ ഇടിച്ച് അങ്ങനെ അവിടെ ഒരു പല്ലിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു ബ്ലീഡിങ് പോലെ ഇങ്ങനെ വരാനിടയായി.
ആ ഒരു ബ്ലീഡിങ് ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, നോർമലായിട്ടായിരുന്നു. ഓൾറെഡി എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, എന്ത് കഴിച്ചാലും ഇങ്ങനെ എപ്പോഴും ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും. ഈ വോൺ വില്ലിബ്രാൻ ഡിസീസ് ഉള്ളവർക്ക് എപ്പോഴും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും തീത്തിൻ്റെ ഇടയ്ക്കും നിന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് പല്ലിൻ്റെ ഇടയിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു. അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമൊന്നും കാര്യമാക്കിയില്ല. പക്ഷേ ഇതൊരു 1 month ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ബ്ലീഡിങ് കൂടി എനിക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റാണ്ടായി. ഉച്ചയ്ക്ക് അമ്മ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ ഭവനത്തിൽ രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പില്ലോ ഫുള്ള് ബ്ലഡ് ആവാൻ തുടങ്ങി. അങ്ങനെ അത് പിന്നെ ബെഡ് ഫുള്ള് അങ്ങ് ബ്ലഡ് ആവും. പിന്നെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ റോഡിൽ ആക്സിഡൻ്റ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ എടുക്കുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഫുള്ള് ഞാനിങ്ങനെ ബ്ലഡിൽ കുളിച്ച് കിടക്കും. ചെറിയൊരു ഇഞ്ചുറിയാണ്, പക്ഷേ അതിൽ നിന്ന് ഭയങ്കര ബ്ലീഡിങ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ അമ്മ ശരിക്കും വിഷമിച്ചു. കാരണം അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബോംബെയിലായിരുന്നെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ അറിയാം. നാട്ടിൽ അതിനെപ്പറ്റിയൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് ഒത്തിരി വിഷമിച്ചു. അപ്പായും ഇല്ല. ആകെപ്പാടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ഞങ്ങൾ പോവുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇതേക്കൂട്ട് അടൂരൊരു ഡോക്ടറുണ്ട്, അവിടെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷന് ഞങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴും അവർ ആദ്യം മുതലുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കി, ബോംബെയിലെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് പറഞ്ഞു ഇവിടെ എനിക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ അവർ ആദ്യം മുതൽ ഇങ്ങനെ ചെക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കിന് എൻ്റെ ഈ ചീക്കിൻ്റെ അവിടെ താടിയലിൻ്റെ അവിടെ ഒരു ട്യൂമറിന് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ലെഫ്റ്റ് സൈഡിൽ ചീക്ക് ഫുള്ള് മുറിച്ച് മാറ്റണം, അവിടെ ഒരു ഓപ്പറേഷൻ വേണം. പക്ഷെ അത് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്കിങ്ങനെ ഒരു ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അങ്ങനെ ആയപ്പോഴത്തേക്കിന് ആകെ വിഷമത്തിലായി. കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ ട്യൂമർ അവിടെ നിന്ന് മാറുകയും വേണം, ഓപ്പറേഷനും ചെയ്യാൻ പറ്റത്തില്ല, ബ്ലീഡിങ് ആണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഓരോ വട്ടം ട്രിവാൻഡ്രത്ത് പോകും, അവിടെ 1 മാസം അഡ്മിറ്റ് ആവും, പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു 4 weeks കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഇങ്ങനെ ഹെവി ബ്ലീഡിങ് വരാനായിട്ട് ഇടയാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭവനത്തിലൊരു സ്റ്റീഫൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പാസ്റ്റങ്ങൾ വരുവാനിടയായി. പാസ്റ്റങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിന് അങ്കിൾ ശക്തമായിട്ടിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്കിൾ ഒരു ബന്ധനമാണെന്ന് പറഞ്ഞ് അങ്ങനെ ശരിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനെ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് അങ്കിൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു എനിക്കെന്തോ നല്ല ക്ഷീണം കൊണ്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് HB3 ഉള്ളൂ. അങ്ങനെ അവർ പറഞ്ഞു 2 മണിക്കൂറിനുള്ളിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടത്തില്ല. കാരണം ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം വലിയൊരു ബണ്ടിൽ പഞ്ഞി മേടിക്കും, പക്ഷേ അതിങ്ങനെ വായിക്കകത്ത് വെച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ആ ബണ്ടിൽ ഫുള്ള് കംപ്ലീറ്റ് ആവും, പിന്നെ മേടിക്കണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ചർച്ചിൽ ഞങ്ങളുടെ സെക്രട്ടറി ദാസങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്കിൾ ഓടി വന്ന് എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനിടയായി. പോകുന്ന വഴിക്ക് എന്നെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ടാണ് കയറ്റി. കാരണം എനിക്ക് നടക്കാനോ ഒന്നും പറ്റുന്നില്ല. പെട്ടെന്ന് എൻ്റെ കണ്ണെല്ലാം കൂടി അടഞ്ഞ് ഞാൻ സംസാരിക്കുന്നില്ല. അമ്മയൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ ആയപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ ജീവൻ പൊക്കോണ്ടേ ഇരിക്കുകയാണ്, ട്രിപ്പൊക്കെ കയറാണ്ടായി. അങ്ങനെ ആയപ്പോഴത്തേക്കിന് അമ്മ ശരിക്കും അവിടെ ഇരുന്ന് വിഷമിച്ചു. എന്നിട്ട് വണ്ടി ഓടിക്കുന്ന ദാസങ്ങളോട് പറഞ്ഞു അച്ചായ കുഞ്ഞ് പോയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്കിള് പറഞ്ഞു ഇല്ല ഗിരിജ. എന്നിട്ട് അങ്കിള് 3 വട്ടം ഹല്ലേലൂയ പറഞ്ഞു, കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കുക, ദൈവം വിടുവിക്കും, ദൈവം ശക്തനാന്ന് പറഞ്ഞ് അങ്കിള് ഞങ്ങളെ ഉറപ്പിച്ചു. അങ്ങനെ അമ്മയ്ക്കൊരു ധൈര്യം കിട്ടി. അന്നേരം അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ബന്ധക്കോസ് വിശ്വാസത്തിൽ വന്ന് ഹസ്ബൻഡ് മരിച്ചു, എല്ലാം നഷ്ടമായി, ഭൂമിയിലൊന്നുമില്ല ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ. പിന്നെ ഇനിയും ഞാനൂടി മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഹിന്ദു രീതിയിൽ എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തും. അപ്പോൾ ആ ഒരു കുറ്റപ്പെടുത്തൽ കാരണം അമ്മയും കൂടി അങ്ങ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ജീവനെ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയും ഞാനും യേശുപ്പച്ചൻ്റെ വേല ചെയ്യാം, യേശുപ്പച്ചന് വേണ്ടി ജീവിക്കാം എന്നുള്ളൊരു തീരുമാനം അമ്മ അവിടെ വെച്ച് എടുക്കാനിടയായി. അപ്പോൾ തന്നെ ഞാൻ അവിടെ എഴുന്നേറ്റിരുന്നു. എന്നെ കാലോട്ട് കയറ്റുന്നത് എടുത്തോണ്ടാണ്, പക്ഷേ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഇറങ്ങി അവിടെ ICUലോട്ട് പോകുന്ന സമയത്ത് ഞാൻ നടന്നാണ് പോയത്. അപ്പോൾ തന്നെ ദൈവം എനിക്കൊരു വിടുതൽ തന്നു. അങ്ങനെ അവിടെ പോയി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ ആദ്യം മുതൽ പിന്നെയും ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ജസ്റ്റ് എനിക്ക് പ്ലാസ്മ തരും, അന്നേരം ബ്ലഡ് ക്ലോട്ട് ആവും, ഇതിൽ കൂടുതലൊന്നും അവർക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. HB ആണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് 2 point ആയി. അപ്പം അങ്ങനെ
ഞങ്ങൾ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കിനും ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് CMC വെല്ലൂർ പോയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവിടെ ഒന്നും പറ്റത്തില്ല. അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ അവർ പറഞ്ഞു. ലാസ്റ്റ് അമ്മ ഒരു തീരുമാനമെടുത്തു, അവിടെ പോയാൽ രക്ഷ കാണുമോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ല, എങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണാം, അവിടുത്തെ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാം, പിന്നെ എപ്പോഴെങ്കിലും പോയി പൈസ ആവുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എൻ്റെ അമ്മയുടെ അമ്മയും ഞാനും കൂടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഓപ്പറേഷനുള്ളൊരു ഡേറ്റ് അവർ തന്നത്. അതിന് മുന്നായിട്ട് അവർ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ സിസ്റ്റം ട്രിവാൻഡ്രത്തൊക്കെ പോകുമ്പോഴത്തേക്കിന് നമ്മൾ വയ്യാണ്ട് പോകുമ്പോൾ ഡയറക്റ്റ് അവർ അഡ്മിറ്റ് ആക്കും. അപ്പം അതേ കൂട്ടം അവിടെയും കടന്നു പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവർ നമ്മൾ അഡ്മിറ്റൊന്നും ആക്കത്തില്ല. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെക്കപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ലോഡ്ജ് എടുത്ത് താമസിച്ച് അവിടെ നിന്ന് ചെക്കപ്പ് ചെയ്യണം. പിന്നെ ഓപ്പറേഷൻ്റെ 2 ദിവസം മുന്നേ അവർ നമ്മളെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് പോവായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് അറിയാവുന്നവരാരും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച്, പുറത്ത് ലോഡ്ജ് എടുക്കാനുള്ള പൈസയും കയ്യിലില്ല. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് നിന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു കർണാടക ഡോക്ടറിനെ പരിചയപ്പെട്ടു, ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ. അങ്ങനെ ഡോക്ടർ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞു ഇവിടെ ലക്ഷക്കണക്കിന് പേഷ്യൻസ് വരുന്നുണ്ട്, ഇതിലും സീരിയസ് ആയിട്ട്. പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് അങ്ങനെ വിഷമം തോന്നാറില്ല, പക്ഷേ നിങ്ങളുടെ കാര്യം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യും. ഡോക്ടർ എന്നിട്ട് ഡോക്ടറിനെ അറിയാവുന്ന ഒരു പാസ്റ്റങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേക്കൂട്ട് നാട്ടിൽ നിന്ന് ഒരു അമ്മയും കുഞ്ഞും കൂടെ അവരുടെ ഒരു അമ്മച്ചിയും കൂടി ഉണ്ട്, ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് വന്നതാണ്, അത് സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ്. ഡോക്ടർ പാസ്റ്റർ അവരെ താമസിപ്പിക്കുകയും ചോദിച്ചു. അങ്ങനെ പാസ്റ്റങ്ങൾ ഞങ്ങളെ താമസിപ്പിക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ തന്നെ ഞങ്ങളെ ആ ഒരു ചർച്ചിൽ കൊണ്ടാക്കി. ഞങ്ങൾ അവിടെ താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യാനിടയായി. അമ്മയുടെ ആദ്യം മുതൽ എല്ലാ ചെക്കപ്പും കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് ഓപ്പറേഷന് 2 ദിവസം മുന്നേ ഞങ്ങളെ അവിടെ അഡ്മിറ്റാക്കി. ഗ്ലാഡ്വിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറായിരുന്നു എന്നെ നോക്കുന്നത്. അപ്പോൾ ഡോക്ടർ എപ്പോഴും റൂമിൽ ഒരു നൈറ്റ് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഓപ്പറേഷന് തലേദിവസം ആ ഡോക്ടർ ഓർത്തഡോക്സ് ആണ്, പക്ഷേ ഭയങ്കരമായിട്ട് ധൈര്യം തന്ന് ഒരു ദൈവമായിരിക്കും ആ ഡോക്ടറിൻ്റെ ഉള്ളിൽ ഇടപെട്ടത്. ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യം തരുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് അങ്കിൾ കടന്നു വരുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് രാവിലെ റെഡിയായി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര ഒരു വിഷമം. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അമ്മയ്ക്ക് അപ്പോൾ ഇത്രയും മുറിച്ച് മാറ്റുമ്പോഴത്തേക്കിന് പിന്നെ എൻ്റെ മുഖത്ത് നോക്കാൻ ആ ഒരു വിഷമവും കാര്യങ്ങളും, ബ്ലഡ് ക്ലോട്ട് ആവുമോ, ഓപ്പറേഷൻ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി കഴിഞ്ഞ് അവരെ അമ്മയെല്ലാം ആശ്വസിപ്പിച്ച് അമ്മയും പുറത്താക്കി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് അവർ ഞങ്ങളോട് നല്ലതായിട്ട് അടുത്തായിരുന്നു ആ ഡോക്ടേഴ്സൊക്കെ. അപ്പോൾ അവർക്കും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മടി പോലെ. കാരണം എനിക്ക് വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് ടൈപ്പ് 1, 2, 3 ഉണ്ട്, 4 ഉണ്ട്. അങ്ങനെ എനിക്ക് ടൈപ്പ് 4 ആണ്. അപ്പോൾ 4-ന് ഫാക്ടറേറ്റ് എടുത്തെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേടി പോലെ. അങ്ങനെ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞിട്ട് അവരൊരു തീരുമാനം എടുത്തു, ഒന്നുകൂടി ഫൈനലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബയോപ്സി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു മേജർ സർജറി പോലെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഭാഗത്തു നിന്നൊരു സ്കിന്നെടുത്ത് ലാബിൽ അയച്ചു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചിറക്കുന്ന സമയത്ത് അമ്മ വന്ന് എന്നെ നോക്കുമ്പോൾ എനിക്ക് അവിടെ താടിയെല്ലിൻ്റെ അവിടെ ഓപ്പറേഷനോ അവിടെ അത്രയും മുറിച്ച് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് കരയണോ സന്തോഷിക്കണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു സന്തോഷിക്കാൻ വരട്ടെ, ഞങ്ങളിപ്പോൾ ചെറിയൊരു ബയോപ്സി പോലെ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ ഒരു റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 4 days എടുക്കാൻ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെയും ചർച്ചിൽ സ്റ്റേ ചെയ്ത് റിസൾട്ട് മേടിക്കാൻ പോകുന്ന സമയത്ത് ആ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ കുറേ ഡോക്ടേഴ്സ് ഇങ്ങനെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടേഴ്സ് എല്ലാം വലിയൊരു ഹാപ്പിയോട് പറഞ്ഞു അവിടെ ട്യൂമറെന്ന് പറയുന്ന സംഭവമേ ഇല്ല, ഒന്നും കാണാനില്ല, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു വലിയൊരു അതിശയമായിരുന്നു. കാരണം ഞങ്ങൾ കയ്യിൽ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് പോയത്. പക്ഷേ എന്നിട്ടും ദൈവം ഞങ്ങൾക്ക് അവിടെ ഒരു വിടുതൽ തന്നു. ട്രിവാൻഡ്രത്തെ ഡോക്ടർ പറഞ്ഞത് അവിടെ പോയാലും നിങ്ങൾക്ക് രക്ഷയില്ല, പോയി നോക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ദൈവം അവിടെ വലിയൊരു വിടുതൽ തരാൻ വേണ്ടിയിട്ട് ഇടയായി.
അങ്ങനെ ഞങ്ങൾ വിഷമത്തോടെ അവിടെ കടന്നു പോയെങ്കിലും സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് ദൈവം ഇടയാക്കി. അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ എൻ്റെ സ്കൂൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ വരികയായിരുന്നു. വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭവനവും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദൈവം ഞങ്ങൾക്കൊരു ഭവനവും ഒക്കെ തരുവാനായിട്ട് ഇടയായി. അങ്ങനെ എനിക്ക് 7th പഠിക്കുമ്പോഴത്തേക്കിനും മെൻസ്ട്രേഷൻ വന്നു. ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ഹെവി ബ്ലീഡിങ് ആയി. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ബ്ലീഡിങ് കൂടി. എൻ്റെ ശരീരത്തിൽ നിന്ന് എല്ലാ ബ്ലഡും എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു രാത്രിയിൽ ഞാനും അമ്മയും കൂടി എഴുന്നേറ്റ് വാഷ്റൂമിലോട്ട് പോകാൻ വേണ്ടി എഴുന്നേറ്റായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ തല ഇറങ്ങി വീടിനകത്ത് വീഴുവാനിടയായി. വലിയൊരു വീഴ്ചയായിരുന്നു. അപ്പം അമ്മ വിചാരിച്ചു ഞാൻ വീഴുമ്പോഴത്തേക്കും എൻ്റെ തലയൊക്കെ പൊട്ടിത്തെറിച്ച്. കാരണം അത്രയും വലിയൊരു വീഴ്ചയായിരുന്നു ഞാൻ വീണത്. വീണ് കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഞാൻ കിടക്കുന്ന ആ ഒരു അവിടെ അത്രയും തറയിൽ ഫുള്ള് ബ്ലഡായി. ബ്ലഡ് പോയി കഴിഞ്ഞ് വെള്ളം പോലെ ഇങ്ങനെ വന്ന് എൻ്റെ ഞാൻ കിടക്കുന്നിടത്ത് ഫുൾ അങ്ങ് ബ്ലഡായിപ്പോയി. അങ്ങനെ വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ വീഴുന്ന സൗണ്ട് അപ്പുറത്തെ വീട്ടിലെ ഒരു അമ്മച്ചി കേട്ടു. പക്ഷേ അമ്മയാണെങ്കിൽ അന്നേരം ഉറക്കെ ആരെങ്കിലും ഓടി വരണേന്ന് പറയുന്നതിന് പകരം അമ്മ യേശുവെ രക്ഷിക്കണേന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ദൈവമേ കുഞ്ഞിനെ അവിടെ നിന്ന് വിടുവിക്കണേന്നും പറഞ്ഞ് അമ്മ പ്രാർത്ഥിച്ച് ഇങ്ങനെ കരയാനായിട്ടിടയായി. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആ അമ്മച്ചി വിചാരിച്ചു അമ്മ പ്രാർത്ഥിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥന ഇട്ടുകൊണ്ട് അവർ കഥ അടച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ സാധാ രീതിയിൽ ഇത്രയും സൗണ്ടിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാറില്ല. അന്നേരം അവർക്കൊരു ഡൗട്ട് തോന്നിയിട്ട് പിന്നെ അവർ കഥവ് വന്ന് അവർ തുറന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുക. അങ്ങനെ അമ്മ വിഷമിച്ചിരുന്നു. അമ്മയ്ക്ക് എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാൻ പറ്റുന്നില്ല. കാരണം വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. എന്നെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും തറയിലോട്ട് ഇങ്ങനെ അങ്ങ് വീഴും. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ അമ്മച്ചി വന്ന് എന്നെ കയറി അങ്ങ് പിടിച്ച് എന്നെ വീഴാണ്ട് ഇങ്ങനെ നോക്കി. ആ ഒരു ടൈമിൽ അമ്മ എനിക്ക് വെള്ളം തന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന ചർച്ചിൽ വിളിച്ചിട്ട് അവിടെ പാസ്റ്ററിനോട് പറഞ്ഞു. പക്ഷേ അവിടെയും അവർ ചർച്ചിലില്ലായിരുന്നു. അവരെവിടെ പോയേക്കും ആയതുകൊണ്ട് പാസ്റ്ററുകളൊന്നും ഭവനത്തിലൊക്കെ വരാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവർ ചർച്ചിലെ മെമ്പേഴ്സിനോട് പറഞ്ഞു. അങ്ങനെ 3 പേര് വന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ ഒരു ടൈം തന്നെ അമ്മയോടും വിളിച്ച് പറഞ്ഞായിരുന്നു ഇതേ കുട്ടി ഞാൻ തല ഇറങ്ങി താഴെ വീണു. അങ്ങനെ അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഓട്ടോയിൽ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോഴത്തേക്കും എനിക്ക് ബ്ലഡ് തീരെയില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡെല്ലാം നഷ്ടമായി. അങ്ങനെ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഒത്തിരി സീരിയസ് ആയിരുന്നു. സീരിയസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ പിന്നെ പെട്ടെന്ന് ബ്ലഡ് കയറ്റേണ്ടി വന്നു. അങ്ങനെ 4 കുപ്പി ബ്ലഡൊക്കെ കയറ്റി. പിന്നെ ഒരു 1.5 മാസമൊക്കെ അവിടെ ഞങ്ങൾ അഡ്മിറ്റായി കിടന്നു. അങ്ങനെ അവിടെ അഡ്മിറ്റായി കിടന്ന് അവർ പ്ലാസ്മയൊക്കെ തന്നു കഴിയുമ്പോഴത്തേക്കിന് ബ്ലഡ് ക്ലോട്ടാവും. അങ്ങനെ പിന്നെ എനിക്ക് തിരിച്ച് കുഴപ്പമില്ലാണ്ട് വീട്ടിൽ വരും. പക്ഷെ പിന്നെ എനിക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ ഭയങ്കര ഹെവി ബ്ലീഡിങ് ആവാൻ വേണ്ടിയിട്ടിടായി. അങ്ങനെ ഞാനും ഒത്തിരി വിഷമിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ വിചാരം എനിക്ക് വേറെന്തോ വലിയൊരു അസുഖമാണ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം എനിക്ക് നേരത്തെ ഇവിടെ ട്യൂമറൊക്കെ ഉള്ള സമയത്ത് അമ്മയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതേ കൂട്ട് എനിക്കെന്തോ ഒരു അസുഖമാണ്. കാരണം എനിക്കന്ന് പീരീഡ്സിനെ കുറിച്ചൊന്നും ശരിക്കും അറിവില്ലായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ബ്ലഡ് ക്യാൻസറോ അങ്ങനെ എന്തോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഹെവി ബ്ലീഡിങ് വരുന്നത്. കാരണം ഞാൻ കാണുന്ന ഗേൾസിനൊന്നും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ എനിക്ക് വേറെന്തോ അസുഖമാണെന്ന് പറഞ്ഞാൽ പേടിക്കാനിടയായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഞാൻ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ അവരെനിക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നു എനിക്ക് ഇങ്ങനൊരു ഡിസീസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഹെവി ആയിട്ട് ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ അതിന് അവർ എമർജൻസി ആയിട്ട് വരുന്ന സമയത്ത് ഫാക്ടറേറ്റ് കയറ്റും. അതൊരു 6 months മാത്രമേ നമ്മുടെ ബോഡിയിലുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെയും ബ്ലീഡിങ്, മുറിവാണെങ്കിൽ പോലും ഹെവി ബ്ലീഡിങ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. പിന്നീട് എനിക്ക് സ്കൂളിലൊന്നും കറക്റ്റ് പോകാൻ പറ്റാണ്ടായി. അങ്ങനെ 10th എക്സാമിൻ്റെ ഒക്കെ സമയമായപ്പോഴത്തേക്കിന് എനിക്ക് ഒരു സ്റ്റൊമക്കിൽ നല്ലൊരു പെയിൻ പോലെ തോന്നിച്ചു. അങ്ങനെ ആ ഒരു വേദന എനിക്ക് കൂടിക്കൂടി വന്നു. ആദ്യമൊക്കെ അമ്മ പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുന്നതുകൊണ്ടാണെന്നും പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ഗ്യാസൊക്കെ കയറിയതാ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ വേദന ശരീരത്തിൽ കൂടി. എനിക്ക് പിന്നെ അനങ്ങാൻ പോലും പറ്റുന്നില്ല. ശരീരത്തിനൊക്കെ ഭയങ്കര വണ്ണം വെച്ചിട്ട് നടക്കാനോ ഇരിക്കാനോ
നടക്കാനോ ഒന്നും പറ്റാണ്ട് ഒരു സിറ്റുവേഷനിലോട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ എനിക്ക് നടക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ വീട്ടിനകത്ത് മുട്ടയിൽ ഇങ്ങനെ എഴയാൻ തുടങ്ങി. അപ്പോൾ അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഒട്ടും അനങ്ങാൻ വയ്യ. അങ്ങനെ പിന്നെ പെട്ടെന്ന് അമ്മ വണ്ടി വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അമ്മ ഒറ്റയ്ക്കാണ് എന്നെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന്. കൂടെ ഞങ്ങളുടെ കൂടെ ആണുങ്ങളായിട്ടൊന്നും ആരും ഇല്ല. അമ്മ ഒറ്റയ്ക്ക് എല്ലാ ലാബിലെ കാര്യങ്ങളും എല്ലാം അമ്മേനെ മാനേജ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടേഴ്സ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയതില്ല. കാരണം സ്കാനിങ് എടുക്കുമ്പോൾ പോലും എനിക്ക് ഈ പെയിൻ കാരണം അവർ പറയുന്ന രീതിയിൽ കിടക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് അവർക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ അവിടെ കയറുന്ന ആ സമയത്ത് തന്നെ എൻ്റെ ഒരു ബോഡിയുടെ എൻ്റെ ആ ഒരു കരച്ചിലൊക്കെ കണ്ടിട്ട് കുറേ ഡോക്ടേഴ്സ് ഞങ്ങളുടെ ചുറ്റിനും കൂടി നിന്നു. എന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു കൂടെ വേറെ ബൈസ്റ്റാൻഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ ഏറ്റെടുക്കത്തുള്ളൂ, അമ്മ മാത്രം ഉള്ളെങ്കിൽ അവരെന്നെ നോക്കത്തില്ല. കാരണം എമർജൻസി ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ പുറത്തൊരു 3-4 പേരെങ്കിലും കാണും. പക്ഷേ എൻ്റെ കൂടെ എപ്പോഴും അമ്മ മാത്രമേ കാണത്തുള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് അമ്മ പറഞ്ഞു, ഡോക്ടർ ഞങ്ങളുടെ കൂടെ വരാൻ വേറെ ആരുമില്ല, ഞങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ, ഡോക്ടർ ഞങ്ങളെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഡോക്ടർ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി നിർബന്ധം പിടിച്ചു. ലാസ്റ്റ് ഒന്നും പറ്റുന്നില്ല, അമ്മ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞപ്പോഴത്തേന് അവരെന്നെ നോക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ അവർക്ക് എന്തോ ചെയ്യേണ്ടത്, എൻ്റെ ശരീരത്തിൽ എന്തോ നടക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. HB നോക്കിയപ്പോൾ 4 ഉള്ളൂ. അങ്ങനെ അവർ വിഷമിച്ചിരുന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് അവിടെ നിന്നൊരു ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് ഈ ആൾക്കൂട്ടം കണ്ടിട്ട് അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു എന്തോ പറ്റി. അപ്പം ആദ്യമായിട്ട് ഞാൻ ആ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു, ഡോക്ടറെ എനിക്ക് പഴയ രീതിയിലോട്ട് വരാൻ പറ്റുമോ? കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ശരീരം അനക്കാനോ ഒന്നും പറ്റാണ്ട് ആ ഒരു സ്ട്രക്ചറെ കിടക്കുന്ന സമയത്ത് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് പഴയ രീതി വരാൻ പറ്റുമോ, എനിക്ക് നേരത്തെ കൂട്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു ദിവസം തരണം, എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം ഞാൻ നോക്കാം. എന്നിട്ട് എൻ്റെ താടി തട്ടിട്ട് പറഞ്ഞു, മോക്കൊന്നും ഇല്ല, ഡോക്ടറുകൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ ഏറ്റെടുത്ത് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അന്ന് മൊത്തം ഫ്ലൂയിഡൊക്കെ തന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് എനിക്ക് പെയിനൊക്കെ ഇച്ചിരി കുറഞ്ഞപ്പോഴത്തേക്കിന് അവർ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഇൻറ്റർണൽ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു സിസ്റ്റ് ഉണ്ട്. അപ്പം അത് സഡനായിട്ട് ഓപ്പറേഷൻ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അത് പൊട്ടിയിട്ട് മരണത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു രാത്രിയിൽ ഒരു 10:30 ആയപ്പോഴത്തേക്കിന് ഓപ്പറേഷന് വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കാൻ വേണ്ടി എല്ലാം തീരുമാനിച്ചു. അങ്ങനെ അമ്മയോട് പറഞ്ഞു രാത്രി 10:30 ആകുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അതിന് മുന്നേ അവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് SAT ഹെമറ്റോളജി 3 ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ SAT പോയിട്ട് ഗൈനക്കിന്ന് ഡോക്ടേഴ്സ് വന്നിട്ട് അവരോട് വന്ന് നോക്കിയിട്ട് അവരോട് ചേർന്ന് വേണം ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ അമ്മയോട് പറഞ്ഞു SAT പോയിട്ട് ഡോക്ടേഴ്സിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മ അവിടെ പോയി ഡോക്ടേഴ്സിനോട് കാര്യം പറഞ്ഞ് അമ്മ മെഡിക്കൽ കോളേജിലോട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ അവിടുത്തെ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് എത്തിയായിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ എൻ്റെ വയറൊരു അവരളന്ന് നോക്കിയപ്പോൾ ഒരു 60 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ SATന്ന് ഡോക്ടർ വന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ വയറ് നല്ല സോഫ്റ്റായി അതൊരു 25 സെൻറ്റിമീറ്റർ ആവാനായിട്ടിടയായി. അപ്പോൾ അവിടുത്തെ PG ഡോക്ടേഴ്സിനെയൊക്കെ ഈ മെയിൻ ഡോക്ടേഴ്സ് വഴക്ക് പറയാനായിട്ടിടയായി. കാരണം അവർ നോക്കിയതിൻ്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വന്ന് എന്നോട് ചോദിച്ചു, മോളെ നേരത്തെ നോക്കിയത് കറക്റ്റ് അല്ലായിരുന്നു, അവരെന്നെ കാണിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കറക്റ്റായിരുന്നു. അപ്പം അവരെന്നോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു. അന്നേരം അമ്മയാണെങ്കിൽ ഈ SATയിൽ ഡോക്ടറിനെ വിളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ റോഡിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം 2008 ദൈവം വലിയൊരു ഓപ്പറേഷനിൽ നിന്ന് എന്നെ വിടുവിച്ച് കത്തി വെക്കാനിടയായില്ല. ആ ദൈവം ഇപ്പോഴും എന്നെ വിടുവിക്കണമെന്നും പറഞ്ഞ് കുഞ്ഞിൻ്റെ മുകളിൽ കത്തി വെക്കാൻ ദൈവം ഇടയാക്കരുതെന്നും പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. അതേകൂട്ട് തന്നെ അമ്മ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഡോക്ടേഴ്സൊക്കെ എൻ്റെ അടുത്ത് നിൽക്കുന്നു. അപ്പോഴത്തേക്കിന് എൻ്റെ വയറെല്ലാം നല്ല സോഫ്റ്റായി, ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ദൈവം അവിടെ നിന്ന് എനിക്കൊരു വിടുതൽ തരാൻ ഇടയായി. അങ്ങനെ പലവട്ടം മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ എനിക്ക് ഹെവി ബ്ലീഡിങ്, എനിക്ക് പിന്നെ പഠിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ 10th ആ ഒരു എക്സാമിൻ്റെ സമയത്തായിരുന്നു എനിക്ക് വയ്യാഴിക വരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു ഞാൻ പാസ്സാവത്തില്ല. കാരണം ഞാൻ ക്ലാസ്സിന് 10th ആകെപ്പാടെ 3 മാസം അങ്ങോട്ട് ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്ക് പാസ്സാവാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ എക്സാമൊക്കെ കഴിഞ്ഞ് ദൈവം എനിക്ക് നല്ലൊരു വിജയം തന്നു. അങ്ങനെ +1 +2 ചേർന്നു. അന്നേരം എനിക്ക് കണ്ടിന്യൂഷൻ തന്നെ ഈ ഒരു വലിയൊരു ബുദ്ധിമുട്ട്, ബ്ലീഡിങ്ങിൻ്റെ പ്രയാസം, എനിക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല. എവിടെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറിയപ്പോഴത്തേക്കിനും ഞാനും ആകെ മെൻ്റലി ഒത്തിരി ഡൗൺ ആകാനായിട്ടിടയായി. കാരണം എനിക്ക് ഇങ്ങനെ ഹെവി ബ്ലീഡിങ് ആയിട്ട് HB ഒത്തിരി കുറയുമ്പോഴത്തേക്കിനും എനിക്ക്
ഭയങ്കര ദേഷ്യം പോലെയും ആകെപ്പാടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട ഒരു വിഷമം പോലെ. അങ്ങനെ +2 കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്തൊരു കോഴ്സ് എടുക്കണം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ. അപ്പോൾ എനിക്ക് കുഞ്ഞിലേ മുതലേ ഇങ്ങനെ ഹോസ്പിറ്റൽ ലൈഫ് ആയതുകൊണ്ട് എനിക്ക് നഴ്സിംഗ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എനിക്ക് നഴ്സിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ +2ൻ്റെ റിസൾട്ട് വന്നപ്പോൾ പാസ്സാവുമോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. കാരണം ഞാൻ ക്ലാസ്സിനൊന്നും കറക്റ്റായിട്ട് പോകുന്നില്ല. അപ്പോൾ പാസ്സായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വേറൊന്നിനും പോകണ്ട, എനിക്ക് നഴ്സിങ്ങിന് മാത്രം പോയാൽ മതി എന്നും പറയുന്നത് വീട്ടിൽ ഒത്തിരി ഇരുന്ന് കരഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളതല്ലേ, വേറെ നമുക്ക് എന്തെങ്കിലും സാധാ കോഴ്സൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് നഴ്സിങ്ങിന് തന്നെ പോകണം. എനിക്കത് വലിയൊരു ഡ്രീമായിരുന്നു നഴ്സിംഗ് പഠിക്കുക എന്നുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ. അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം അമ്മ എന്നെ നഴ്സിങ്ങിന് കൊണ്ട് ചേർത്തു. പക്ഷേ അവിടെ പോയി കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ഇതേ കൂട്ട് ബ്ലീഡിങ് ആയിട്ട് ഹെവി ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ അവിടെ പോസ്റ്റിംഗ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. അങ്ങനെ അവിടെ അഡ്മിറ്റാക്കി. HB ഒക്കെ ഒത്തിരി ലോ ആയി. അപ്പോൾ കോളേജുകാരും ശരിക്കും പേടിച്ചു. കാരണം പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര അങ്ങ് ടെൻഷനായിപ്പോൾ. അവർക്ക് ശരിക്കും എന്നെപ്പറ്റി പേടിച്ചവർ. അങ്ങനെ എനിക്ക് ആ ഒരു കോഴ്സ് അവിടെ വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അതോടെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ഒത്തിരി വിഷമമായി. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നഴ്സിംഗ് ഭയങ്കര ആഗ്രഹിച്ചു പോയി. പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു അതിന് പോകണ്ട, നഴ്സിങ്ങിന് പോകണ്ട. അപ്പോൾ ഈ പോകണ്ടെന്ന് പറഞ്ഞവരൊക്കെ എന്നെ പിന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എല്ലാവരും കുറ്റപ്പെടുത്തലും പിന്നെ എന്തിനാ പോയേ ഇങ്ങനെ എപ്പോഴുള്ള ചോദ്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എപ്പോഴും എന്താ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ ഓരോരുത്തരുടെ ചോദ്യം എനിക്കപ്പം ക്രൗഡായിട്ടൊക്കെ ഉള്ളിടത്ത് ഓരോ സ്ഥലങ്ങളിലെ ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യാൻ ഒരു മടിയായിട്ട് തുടങ്ങി. എല്ലാവരും എന്താ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് എനിക്ക് ഇങ്ങനെ വിഷമിച്ച് ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് വേണ്ടി ചേരാനിടയായി. എനിക്ക് മനസ്സില്ല എങ്കിലും ഞാൻ പോയി ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ഒരു ടൈമിലും അവിടെ എക്സാമിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് വയ്യാണ്ട് വന്നു. അങ്ങനെ കമ്പ്യൂട്ടർ കോഴ്സ് കൂടി സ്റ്റോപ്പ് ആയപ്പോഴത്തേക്കിന് എനിക്ക് ആകെപ്പാടെ അങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. എനിക്ക് പിന്നെ ഒരു ഹോപ്പ് എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ വെറുതെ ഇരുന്ന് എൻ്റെ ലൈഫ് പോവും. അങ്ങനെ തന്നെ ഒത്തിരി വിഷമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് കൊറോണയുടെ ഒക്കെ ടൈം ആയപ്പോഴത്തേക്കിന് ആ ഒരു ടൈമിൽ എനിക്ക് വയ്യാണ്ട് വന്നു. സെയിം സിറ്റുവേഷൻ തന്നെ, എനിക്ക് വയ്യാണ്ട് വന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട്. അപ്പോൾ അമ്മയ്ക്കും ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ടൈമിൽ എനിക്ക് ബ്ലീഡിങ് ആയിട്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ. ചർച്ചിലുള്ളവർക്കും ആർക്കും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് ഭവനത്തിലിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞു എന്തുവായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, പക്ഷെ അമ്മയ്ക്ക് ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോകുന്നത് റിസ്ക് ആണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊറോണയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. എനിക്കും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബോഡി പെട്ടെന്ന് വീക്കാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനി ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നില്ല. ദൈവം എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ മരണമാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. കാരണം ഇനി എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണ്ട. എല്ലാവരുടെയും ചോദ്യവും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്കിന് ഞാനും ശരിക്കും വിഷമിച്ചു പോയി. ഇനി ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ദൈവം എനിക്കൊരു വിടുതൽ തരുവാണെങ്കിൽ തന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ എന്ന് പറയാൻ ഞാൻ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ പിന്നെ ഒരു രാത്രി ഒരു ദിവസം രാത്രിയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് ബ്ലീഡിങ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ബ്രീത്തിങ് ഒന്നും കിട്ടാണ്ടായി. ശ്വാസം പോലും വിടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ശരീരത്തിൽ ബ്ലഡ് അങ്ങ് പൊക്കോണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് അമ്മ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ വന്നിട്ട് ഇരുന്ന് കരഞ്ഞു വലിയ വായിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ബ്ലഡ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ചെറിയൊരു സൗണ്ട് പോലും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിക്കും. അപ്പോൾ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, വിഷമം വരും. ആ ഒരു സമയത്ത് അമ്മ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്തോ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം പോലെ. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാറിയിരുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കരയണ്ട, എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ അമ്മ മാറിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞ് രാവിലെ ഒക്കെ ആയപ്പോഴത്തേക്കിന്
ഒരിക്കലും സംഭവിക്കാത്തതിൻ്റെ കൂട്ട് എൻ്റെ ബ്ലീഡിങ് നോർമൽ ആവാനിടയായി. തലേദിവസം രാത്രി എനിക്ക് ഹെവി ബ്ലീഡിങ് ആയിരുന്നു, പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കിന് ആ ബ്ലീഡിങ് എനിക്ക് നോർമൽ ആവാനിടയായി. അങ്ങനെ പെട്ടെന്ന് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടറിനെ നോക്കിയിട്ട് പറഞ്ഞു HB 5 ഉള്ളൂ, എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്താന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ഹെമറ്റോളജി ഡോക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഡോക്ടർ എനിക്ക് ഒരു 3-4 മെഡിസിൻസ് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, ഇത് ഈ ഒരു സിറ്റുവേഷനിൽ മോക്ക് കഴിച്ചാൽ ഒന്നും ഓക്കെ ആവത്തില്ല, പക്ഷെ പ്രാർത്ഥിച്ച് ഈ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഡോക്ടർ അങ്ങനെ പറയുന്നത്, പ്രാർത്ഥിച്ച് മരുന്ന് കഴിക്കാൻ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ച് മരുന്ന് കഴിച്ചു. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് ബ്ലീഡിങ് നോർമലായിട്ട് സ്റ്റോപ്പ് ആവാനിടയായി. അങ്ങനെ അവിടെ വെച്ച് ദൈവം എനിക്ക് ആ ഒരു വിടുതൽ ഇങ്ങനെ തന്നു ആ ബ്ലീഡിങ്ങിൽ നിന്നുള്ള. അപ്പോൾ ഒരു ആൻറ്റി എപ്പോഴും ഞങ്ങളോട് ഇങ്ങനെ വിളിച്ചിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് ആൻറ്റി ചോദിക്കും, മോക്ക് എന്താ മോളെ ഇങ്ങനെ ദൈവം വിടുതൽ തരാത്ത? ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിടുതൽ കിട്ടാത്തതെന്ന് ആൻറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തമാശയ്ക്ക് ആൻറ്റിയോട് പറഞ്ഞു, ബൈബിളിലെ രക്തസ്രാവമുള്ള സ്ത്രീക്ക് 12 സൽവത്സരമായപ്പോഴല്ലേ വിടുതൽ കിട്ടുക, അപ്പോൾ എനിക്കും 12 സൽവത്സരമാകുമ്പോഴത്തേക്കിനെ ദൈവം വിടുതൽ തരത്തുള്ളെന്ന് ഞാനൊരു തമാശ രീതി പറഞ്ഞു. പക്ഷേ എനിക്ക് പീരീഡ്സ് വന്ന ആ ഒരു ടൈം പീരീഡ് ആ കൊറോണ ടൈം എന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് കറക്റ്റ് 12 വർഷം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവം ആ ഒരു ടൈമിൽ എനിക്ക് വിടുതൽ തരാനിട. ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും ദൈവം എനിക്ക് ആ ഒരു ടൈമിൽ വിടുതൽ തന്നു. അങ്ങനെ ഞാൻ ഭവനത്തിൽ പിന്നെ ഇങ്ങനെ വെറുതെ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ട്രെയിനിങ്ങിന് പോകാനും എനിക്ക് അവിടെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഒരു 3-4 വർഷം ദൈവം എനിക്കിടയായി. ആ സമയത്തൊക്കെ ദൈവം വിടുതൽ തന്നു. ആ ഒരു വിടുതലിൻ്റെ പുറത്ത് എനിക്ക് ദൈവത്തിൻ്റെ വേല ചെറുതായിട്ടൊക്കെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ദൈവം അവിടെ നിന്ന് എന്നെ സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പിന്നെയും നഴ്സിങ്ങിന് പോകണം എന്നൊരു താല്പര്യം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നഴ്സിങ്ങിന് പോകണം, പക്ഷേ അതിന് ഇനിയും ഒരു വട്ടം കൂടി റീസ്റ്റാർട്ട് ചെയ്യുവാൻ ഞങ്ങൾക്ക് അതിനുള്ളൊരു പൈസയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഫിനാൻഷ്യലി നോക്കുമ്പോൾ എനിക്ക് അതിന് ഒരിക്കലും പറ്റത്തില്ല പിന്നെയും നഴ്സിംഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു വട്ടം അമ്മ എന്നോട് പറഞ്ഞു, മോൻ അത് തന്നെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നഴ്സിങ്ങിന് പോകാൻ പറഞ്ഞു. ആദ്യം ഞാൻ പോയപ്പോൾ അമ്മ എനിക്ക് സപ്പോർട്ടല്ലായിരുന്നു, പക്ഷേ പിന്നീട് അമ്മ എനിക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാനിടയായി. ദൈവം വഴി തുറന്നു തരും, പ്രാർത്ഥിക്കുക, ദൈവം സഹായിക്കും എന്ന് പറയാനിടയായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ ചർച്ചിലിരുന്ന പാസ്റ്ററുകൾ എന്നോട് ഇങ്ങനെ ഞാൻ എന്തോ ചെയ്യുക ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ഞാനപ്പോൾ എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞപ്പോൾ അങ്കിൾ പറഞ്ഞു, മോക്ക് ദൈവം വിടുതൽ തന്നെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നഴ്സിങ്ങിന് ജോയിൻ ചെയ്ത് ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നീട് കോളേജൊക്കെ തിരക്കി ബാംഗ്ലൂർ പോയി നഴ്സിങ്ങിന് അഡ്മിഷൻ എടുത്തു. ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോൾ ഞാൻ തേർഡ് ഇയറിലോട്ട് കയറി, സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല വിഷമമായിരുന്നു. കാരണം എനിക്കിനിയും പഠിക്കാൻ പറ്റുമോ, കാരണം നല്ലൊരു ഗ്യാപ്പ് വന്നു. എനിക്ക് പഠിക്കുന്ന ഒരു മൈൻഡൊക്കെ എൻ്റെ നിന്ന് മാറി. കാരണം എപ്പോഴും ഇങ്ങനെ വയ്യാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ദൈവം ഞാൻ +1 +2 സ്കൂൾ ടൈം പഠിക്കുന്നതിനേക്കാളും ദൈവം എനിക്ക് ബുദ്ധി പകരുവാനിടയായി. ദൈവം എനിക്ക് ഡിസ്റ്റിങ്ഷനോട് കൂടി ഇത്രയും സെക്കൻഡ് ഇയർ വരെ പാസ്സാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോൾ ഞാൻ തേർഡ് ഇയറിലോട്ട് കയറി. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി, ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. ഒരു പക്ഷേ ഈ യേശുപ്പച്ചനെ അറിഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും ഇന്ന് ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് നാളെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ആരോ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ഹിന്ദു രീതിയിൽ പോകുമായിരുന്നെന്നുണ്ടെങ്കിൽ അമ്മ പലപ്പോഴും ഇടയ്ക്കൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, ഈ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളൊരു കയറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ മരിച്ചേനെ. പക്ഷേ നാളെ എന്നൊരു പ്രതീക്ഷ യേശുവിലൂടെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. യേശുവാണ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ഈ ഒരു സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ക്രൈസ്റ്റ് പ്ലസ് ചാനലിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു.